വരികയാണ് വീഴില്ല. അപ്പം നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഞാനിന്ന് ആദ്യമായിട്ട് പൊങ്കൽ വയ്ക്കാൻ പോവുക. എന്താവോ എന്തോ, ഇതുവരെ അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം ഇന്നതാ ഇവിടെ എൻ്റെ പൊങ്കൽ ദിവസം തുടങ്ങുകയാണ്. ആദ്യമായിട്ടുള്ള പൊങ്കൽ. അത് ഇവിടെ തന്നെ ആയതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. പൊങ്കലിനുള്ള സാധനം കൊണ്ട് ഞാൻ അമ്പലത്തിലേക്ക് പോവുകയാണ്. കൈ ഒഴിവില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. കാണാത്തൊരു സ്ഥലമാണ് കേട്ടോ, അതുകൊണ്ട് നിങ്ങളിവിടെ കണ്ടോ. അവിടെയൊക്കെ 100-100 ചില വർഷം പഴക്കമുള്ള വീടുകളാണ്. ഞാൻ നടന്നു പോകുന്നതിനെ കൊണ്ട് കുറച്ച് ഇളക്കം ഉണ്ടാവും കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്യും വീഡിയോ കാണുന്നവർ. മുന്നിൽ പോകുന്നത് എൻ്റെ ഏട്ടത്തിയമ്മയാണ്. ഏട്ടത്തിയമ്മയും ഏട്ടനും മക്കളും. അമ്പലത്തിൽ നിന്ന് ഞാൻ വരാം. തിരക്കും വെപ്രാളമായിട്ട്. എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളിയല്ലേ? ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ഉത്സവത്തിന് വരിട്ടോ. അല്ല, നാസിക് ഡോളും അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. അതാ ഈ വണ്ടിയിൽ വരുന്നത് ഏട്ടനാണ് വണ്ടി ഓടിക്കുന്നത്. ഇന്നലെ രാത്രി നമ്മൾ ഇവിടെയാണ് കേട്ടോ കണ്ടത് വീഡിയോയിൽ. ഇന്ന് രാവിലെയാണിത്, രാവിലത്തെ വ്യൂ ആണിപ്പോൾ. നട്ട വെയിലാണ്, ഇപ്പം തണുപ്പൊന്നുമില്ല. ഏട്ടൻ്റെ കയ്യിലുള്ളത് പൊങ്കൽ വെക്കാനുള്ള വിറകാണ്. അവർ തമ്മിൽ എന്ത് സ്നേഹാന്ന് നോക്കിയേ, ഏട്ടനും അനിയനും. അതാണ് അമ്പലം. വരുന്നത് ചേട്ടായിൻ്റെ മാമൻ. ഹായ്, നല്ല കാറ്റ്. പോവുക. കായ് ഓടുന്ന നോക്കി തലയാ കുലുക്കിയിട്ട്. കോമഡിയായിട്ടുണ്ട്. നമ്മൾ അമ്പലത്തിലെത്തി.
പൊങ്കാല അടുപ്പ്. ഞാൻ ഇതിലാണ് ഇപ്പോൾ പൊങ്കാല വെക്കുന്നത്. പൊങ്കാല വേണ്ടിയിട്ട് ഞാൻ അരി അടുപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. നാട്ടിലത്തെ പോലെ ഇവിടെ ഓലക്കണ്ണിയൊന്നും കിട്ടില്ല. തേയിലേൻ്റെ ഉള്ളിലുണ്ടാകുന്ന കാറ്റാടി മരം നാട്ടിൽ പറയും. അങ്ങനത്തെ ഒരു മരത്തിൻ്റെ ഇല കൊണ്ടിട്ടാണ്, ഇലയോ അല്ലെങ്കിൽ കള്ളാത്ത വെച്ചിട്ടാണ് വിറകിൽ തീ കത്തിച്ചത്. എന്നിട്ട് നമ്മളിതാ തിരുമേനി വന്ന് പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളിതാ തീ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ നമ്മളിതാ തീ കത്തിച്ചു. ഈ വെള്ളം തിളയ്ക്കുന്നത്, അരി തിളയ്ക്കുന്നത് നോക്കി നമ്മളിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. നിങ്ങൾ വെച്ചിട്ടുണ്ടോ ഇങ്ങനെ പൊങ്കാല വെച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആദ്യത്തെ പൊങ്കാലയാണ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ഞാനിത് അപ്പുറത്ത് പോയിട്ട്, നമ്മൾ അടുപ്പിൽ തീ കത്തുന്നില്ല, കടലാസ് ആയതുകൊണ്ട് വേഗം കത്തിത്തീരുക, വിറകിന് തീ പിടിക്കുന്നേ ഇല്ല. അതുകൊണ്ട് അപ്പുറത്ത് പോയിട്ട് വീണ്ടും കടലാസ് വാങ്ങിക്കൊണ്ടുവന്ന് അപ്പുറത്തെ അടുപ്പിൽ ഇരുന്ന് തീ കത്തിക്കുകയാണ്. തീ പകർന്നിട്ട് നമ്മൾ അടുപ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാനാണെങ്കിൽ ആ എക്സൈറ്റോട് കൊണ്ട് ആ അടുപ്പിൽ വീഴാൻ പോയി, വീണ് പോയി. എന്താ ദൈവം സഹായിച്ച് വീണില്ല. പിന്നെ ക്യാമറാമാന് എൻ്റെ അവിടുത്തെ ഒരു അനിയത്തി കേട്ടോ. നാട്ടിൽ നമുക്ക് ഇഷ്ടംപോലെ ഓലക്കണ്ണിയും കിട്ടുന്നതുകൊണ്ട് അങ്ങനെ കത്തിച്ച് ശീലമായിട്ട് ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് തീ പിടിപ്പിക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല. പിന്നെ എല്ലാവരും അധികാർക്കും പറ്റിയിട്ടൊന്നുമില്ല, എല്ലാവരും കടലാസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കത്തിച്ചു. അങ്ങനെ എനിക്ക് അധികം കത്തിക്കാൻ അങ്ങോട്ട് പറ്റാത്തതുകൊണ്ട് വല്യമ്മ വന്നിട്ടാണ് എനിക്ക് തീയൊക്കെ കത്തിച്ച് തന്നത്. അപ്പോൾ വല്യമ്മനെ നിങ്ങൾക്കിപ്പം കാണാം. അപ്പം വരും വല്യമ്മ. അങ്ങനെ നമ്മളിതാ ഏറെ നേരത്തെ ശ്രമത്തിന് ശേഷം നമ്മുടെ അടുപ്പിൽ തീ കത്തി. അങ്ങനെ വല്യമ്മ തീ കത്തിച്ച് തന്നപ്പോൾ എനിക്ക് സമാധാനമായി. എനിക്ക് നല്ല പേടി ഉണ്ടായിന് കേട്ടോ, അത് കത്തി എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ ടെൻഷനും ഉണ്ടായിന്. അപ്പോൾ ഞാൻ അമ്മേൻ്റെ അടുത്ത് പൊങ്കാല വെക്കുന്നില്ല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മ നീ വെച്ചോന്ന് പറഞ്ഞ് ധൈര്യം തന്നപ്പോൾ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വല്യമ്മ എനിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരികയാണ്. അപ്പോൾ വല്യമ്മ പറഞ്ഞത് മൂടി ഇപ്പം വെക്കണ്ട, അല്ല ഇളക്കി വിടാൻ വേണ്ടി പറഞ്ഞു. എനിക്കാണെങ്കിൽ ചെണ്ടക്കോട്ടിൻ്റെ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് കേൾക്കുന്നുമില്ല. അങ്ങനെ ഇളക്കി വിട്ടു. കുറേ വെള്ളം ഉണ്ടായിന്, വെള്ളമൊക്കെ ഒഴിവാക്കി എന്നിട്ട് ഇളക്കാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ഇളക്കി വിട്ടു.
അങ്ങനെ തീ കത്തിയ സന്തോഷത്തിന് ഞാനിങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചിരിച്ചു, ഞാൻ ചിരിച്ചാണ്ടപ്പോൾ പൊങ്കൽ വെള്ളം തിളയ്ക്കാനായിട്ടുണ്ട്, പൊന്തി വരുന്നുണ്ട്. അവരതൊക്കെ പൊന്തി വന്നു. എനിക്കിതിൻ്റെ ABCD ഒന്നും അറിയില്ല. എൻ്റെ പൊങ്കാല അടുപ്പ്, പൊങ്കാല അരി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ആദ്യത്തെ പൊങ്കാലയാണ്, കന്നി പൊങ്കാല. പാളി കത്തുന്നുണ്ട്. പൊങ്കാല തിളച്ചു പൊന്തി. എങ്ങോട്ടാണ്? ഏത് ഭാഗത്തേക്ക്? നല്ലതല്ലേ? ഹായ്, നല്ലതാണിത്. അമ്മേ ഭഗവതി കാത്ത്. അമ്മേ അപ്പോൾ നമ്മളെ പൊങ്കാല നല്ലതായിട്ട് തിളച്ചത്, സന്തോഷമായി. ഇനി എപ്പോഴും ഇളക്കണ്ടേ? വെള്ളം വേണമെങ്കിൽ തെറ്റിക്കാം. എന്നിട്ട് ആദ്യം വറ്റുന്നേരം ഒഴിച്ചാ പോരെ? വറ്റാനാവുമ്പോ ഒഴിക്കല്ലേ? എൻ്റെ പൊങ്കാല അതാ തിളച്ച് തുടങ്ങി. നമ്മളെ പൊങ്കാല തിളച്ചു. കിഴക്കോട്ടാ തിളച്ചത്. നല്ലതാണെന്ന് പറഞ്ഞു. നല്ലതാണ് പോലും, കുഴപ്പമില്ലാന്ന്. പൊങ്കാല വെന്തിട്ട് അവരങ്ങോട്ട് കൊണ്ടുവച്ചു. അതായത് രണ്ടാളത് വെന്തു. നമ്മളത് വെന്തിട്ടില്ല, നമ്മൾ ലാസ്റ്റാണ് തീ കത്തിയത്. അതുകൊണ്ട് നമ്മളത് വേവാനാവുന്നേ ഉള്ളൂ.
വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഇന്നത്തെ പരിപാടി ഉച്ചയ്ക്ക് വരെയുള്ള കഴിക്കും. ഈ വൈകുന്നേരം രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അത്. നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഇനി ഈ വീഡിയോ ഇവിടെ അവസാനിച്ചു. അടുത്ത വീഡിയോയിൽ വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള കാഴ്ചകൾ കാണാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.